അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദിയിലെ സെക്കൻഡ് സെമ്മിൽ 7th ചാപ്റ്റർ ആയിട്ടുള്ള കാരകമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓരോന്നിൻ്റെയും ഡെഫിനിഷനും വിത്ത് എക്സാമ്പിളും പഠിക്കുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാരക് അത് പഠിക്കുക. അതും ഓരോന്നിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ ഈ ചാപ്റ്റർ മൊത്തം എഴുതുക. അപ്പോൾ അത് സിമ്പിളാണ്. പിന്നെ 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിലും എപ്പോഴും ആദ്യം ഡെഫിനിഷൻ എഴുതുക, കാരക് എന്താണെന്ന് എഴുതുക, പിന്നെ വിത്ത് എക്സാമ്പിൾ എഴുതുക, പിന്നെ ആ ചോദ്യത്തിന് ആയിട്ട് എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. അങ്ങനെയാണ് ഗ്രാമർ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, പിന്നെ ഉദാഹരണം പഠിക്കുക, പിന്നെ ഇതിൻ്റെ ഭേദങ്ങളില്ലേ, അതായത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇല്ലേ, ആ ടൈപ്സ് എല്ലാം വിത്ത് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. सो फर्स्ट എന്താണ് कारक. सो संज्ञा या सर्वनाम की जिस रूप से वाक्य की अन्य शब्दों के साथ उसका संबंध प्रकट हो उसे कारक कहते हैं. जैसे अध्यापक ने विद्यार्थियों को पढ़ाया. അതായത് നൗൺ ആയിക്കോട്ടെ പ്രൊനൗൺ ആയിക്കോട്ടെ അതിൻ്റെ ഏത് രൂപത്തിലാണോ അതൊരു സെൻറ്റൻസിൻ്റെ മറ്റു വേർഡ്സുമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ബന്ധം കാണിക്കുന്നതിനാണ് നമ്മൾ കാരക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അധ്യാപകനെ വിദ്യാർത്ഥിയോക്കോ പഠായ. അപ്പോൾ അധ്യാപകനെ എന്ന് പറയുന്നത് എന്താണ്, ഒരു കാരകാണ്. വിദ്യാർത്ഥിയോക്കോ എന്ന് പറയുന്ന ഒരു കാരകാണ്. അപ്പോൾ ഇതൊരു വാക്യമാണ്, ഇതൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇതിൽ ഓരോ വേർഡ്സും തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ നേ കോ എന്ന് പറഞ്ഞ 2 വിഭക്തി ചിഹ്നമാണ് ഉപയോഗിച്ചത്, കാരകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനാണ്, അപ്പോൾ അങ്ങനെ ഒരു വേർഡ്സ് സെൻറ്റൻസ് മീനിങ് ഫുൾ ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാരക് എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദിയിൽ 8 കാരകങ്ങളുണ്ട്. 8 കാരകം അതിൻ്റെ ഒരു ചിഹ്നം, വിഭക്തി ചിഹ്നങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏതാണ്ട് 8 എണ്ണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതായത് കർത്താകാരക്, കർമ്മകാരക്, കരൺ കാരക്, പിന്നെന്താണ് സംപ്രദാൻ കാരക്, അപാദാൻ കാരക്, സംബന്ധ് കാരക്, അധികരൺ കാരക്, സംബോധൻ കാരക്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇതിൻ്റെ എന്ത് ചെയ്യണം, വിഭക്തി ചിഹ്നം പഠിച്ചു വെക്കണം. അതായത് കർത്താകാരകിൻ്റെ നേ, നെക്സ്റ്റ് കർമ്മകാരകിൻ്റെ കോ, കരൺ കാരകിൻ്റെ സേ, സംപ്രദാൻ കാരകിൻ്റെ കോ കേലിയെ കെ വാസ്തെ, സമ്പ്രദാനം കഴിഞ്ഞിട്ട് എന്താണ് അപാദാൻ്റെ വീണ്ടും സേ, പിന്നെ സംബന്ധ് എന്ന് പറയുമ്പം കാ കെ കി, നെക്സ്റ്റ് അധികരൺ മേം പർ, നെക്സ്റ്റ് സംബോധൻ ഹേ അരെ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം, കാരക് പഠിച്ചു വെക്കണം, അതിൻ്റെ ചിഹ്നങ്ങൾ പഠിച്ചു വെക്കണം. കാരണം നമ്മളോട് ഓരോ കർത്താ കാരക്യാഹ എന്ന് ചോദിച്ചാൽ അത് വിത്ത് ഡെഫിനേഷനും എക്സാമ്പിളും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ചിലതിനൊക്കെ എന്താണ് സെയിം വിഭക്തിയാണ് റിപ്പീറ്റ് അടിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഏതൊക്കെ കാരകിലാണ് സേ വിഭക്തി ഉള്ളത്, ഏതൊക്കെ കാരകിലാണ് കോ വിഭക്തി ഉള്ളത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാരക എഴുതുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്സാമ്പിൾ എഴുതുക, പിന്നെ ആ പറഞ്ഞ കാരക ഏതൊക്കെ കാരകിലാണ് കോ വിഭക്തി ഉപയോഗിക്കുന്നത്, കർമ്മകാരകിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സമ്പ്രദാൻ കാരകിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഹിന്ദി में 2 कारक में को विभक्ति उपयोग करे वो അതേതൊക്കെയാണ്, ജയ്സെ കർമ്മകാരക് ഓർ എന്താണ്, പിന്നെ എവിടെയാണ് സമ്പ്രദാൻ കാരക്. എന്നിട്ട് കർമ്മകാരക് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഡെഫിനേഷൻ എഴുതണം, എക്സാമ്പിൾ എഴുതണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഏതാ ഉപയോഗിക്കുന്നത്, സമ്പ്രദാനകാരക എഴുതണം, പിന്നെ അതിൻ്റെ എക്സാമ്പിൾ എഴുതണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയി പറയും. ഇനി ഓരോ കാരകും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കർത്താകാരകാണ്. അപ്പോൾ എന്താണ് കർത്താകാരക് എന്ന് നോക്കാം. അപ്പോൾ കർത്താകാരക് എന്ന് കണ്ടു, അതിനുശേഷം അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്. संज्ञा या सर्वनाम की जिस रूप से कार्य करने वाले का बोध होता है उसे कर्ता कार्य कहते हैं. कर्ता कार्य की विभक्ति ने है. അപ്പോൾ അത്രയും എഴുതാം. അതായത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് കർത്താകാരക് തരുന്നത്. അതായത് അത് സംജ്ഞ ആവട്ടെ സർവനാമം ആവട്ടെ, ജിസ് രൂപ സെ കാര്യ കർനെ വാലെ കാ ബോധ ഹോതാ ഹെ, ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെ കുറിച്ചിട്ടുള്ള അവബോധം തരുന്ന കാരകിനാണ് നമ്മൾ കർത്താകാരക് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ നോക്ക്, രാമനെ രാവൺ കോ മാര, രാമൻ രാവണനെ കൊന്നു. അപ്പോൾ ഇവിടെ രാംനെ, അതായത് ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത്, രാമനാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ രാം കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ഉപയോഗിച്ച വിഭക്തി ഏതാണ്, നെ. അപ്പോൾ ആരാണോ ഇവിടെ രാമൻ ചെയ്യുന്നൊരു പ്രവൃത്തിൻ്റെ ഒരു അവബോധമാണ് രാമനെ എന്ന് പറഞ്ഞത്. ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവരെ കുറിച്ചിട്ടുള്ള അവബോധം തരുന്നതാണ് കർത്താകാരക്. ഇവിടെ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യേണ്ട ഒരു വേർഡാണ് കാര്യ കർനെ വാലെ കാ ബോധ്. അതാണ് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യുന്നത്. അതായത് കാര്യം, അതായത് ആരാണോ ചെയ്യുന്നത് അവരെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ തരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ കീവേഡ്, കാര്യ കർനെ വാലെ കാ ബോധ്. അപ്പോൾ എക്സാമിനും ആ കാര്യ കർനെ വാലെ എന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ബിക്കോസ് കീവേഡ് അണ്ടർലൈൻ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എന്താ പറയുക, കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്, രാധ നാച്തി ഹി.
എന്തുകൊണ്ട് അവിടെ രാധാനെ നാച്തി ഹേ എന്ന് എഴുതാത്തത്, ഒരു വിഭക്തി യൂസ് ചെയ്തിട്ട് എഴുതാത്തതെന്ന് കാരണം എന്താണ്? പ്രാണിവാചകവും അപ്രാണിവാചക സംജ്ഞ നമുക്കറിയാം, ലിവിങ് ആൻഡ് നോൺ ലിവിങ്. അപ്രാണിവാചക സംജ്ഞയ്ക്ക് എനിക്ക് എന്താ പറയുക, നമ്മൾ വിഭക്തി യൂസ് ചെയ്യാറില്ല. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് കർമ്മകാരകിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രാധാ നാച്തി ഹേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കർത്താകാരക്. നെക്സ്റ്റ് കർമ്മകാരകാണ്. അത് എന്താ നോക്കാം. क्रिया का व्यापार के फल जिस वस्तु अथवा व्यक्ति पर पड़ता है उसके बोध कराने वाले कारक को कर्म कारक कहते हैं. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പരിണതഫലം കിട്ടുന്ന ആളിനെയാണ് നമ്മൾ കർമ്മകാരക് എന്ന് പറയുന്നത്. അതാണ് ക്രിയാക്കിയ വ്യാപാർക്കിയ ഫലം. അതായത് പ്രവൃത്തി ചെയ്യുന്ന ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പരിണതഫലം ലഭിക്കുന്ന ആൾ, അതാണ് ക്രിയാക്കിയ വ്യാപാർക്ക ഫൽ. അതൊരു വസ്തു ആയിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ. അതാണ് ഇവിടെ പറയുന്നത്, ജിസ് വസ്തു അഥവാ വ്യക്തി पर पड़ता है उसका बोध कराने वाले कार्य को कर्म कार्य कहते हैं. അതെന്താണ് ഇവിടുത്തെ കീവേഡാണ് ക്രിയാക്കിയ വ്യാപാർക്ക ഫൽ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതായത് മാംനെ ബച്ചേക്കോ ബുലായ, നമുക്കറിയാം ഇവിടുത്തെ വിഭക്തി ഏതാണ്? കോയാണ്. അപ്പോൾ അമ്മ കുട്ടികളെ വിളിച്ചു. അപ്പോൾ ബുലായാണ് എന്താണ് ഇവിടെ വേർബ്. അപ്പോൾ ഈ വിളിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആ ക്രിയ ചെയ്തത് എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ്? ബച്ചേക്കോ. അപ്പോൾ ആ ഒരു ക്രിയാക്ക വ്യാപാർക്ക ഫലം, അതായത് ക്രിയയുടെ ആ ഒരു പ്രവൃത്തിൻ്റെ പരിണതഫലം അനുഭവിക്കുന്ന അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർമ്മകാരക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോ എന്ന് പറയുന്നത് എന്താണ്? വിഭക്തിയാണ്. നോക്കുക, ഇസ് വാക്യമേ ബുലായക്ക് ക്രിയക്ക് വ്യാപാർക്ക ഫല ആരാണ്? ബച്ചേ पर पड़ता है. അതുകൊണ്ടാണ് ബച്ചേ കർമ്മകാരകാവുന്നത്. കർമ്മകാരക് വിഭക്തി കോയാണ്. ലേക്കിൻ കുछ സന്ദർഭവും യ വിഭക്തി ലൂപ് रहती है. അതായത് മോഹനെ രാം കോ ബുലായ. ഇവിടെ നോക്കൂ, മോഹനെ ദൂത് പിയ. ഇവിടെ ദൂസരെ വാക്യമോ കോ വിഭക്തി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? മോഹൻ ദൂത് കുടിച്ചു. അപ്പോൾ ഇത് ആർക്കാണ് ബാധിച്ചത്? ദൂതാണ്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്രാണിവാചകം. ओके, അടുത്തതാണ് करण कारक. संज्ञा या सर्वनाम की जिस रूप से क्रिया के साधन का बोध होता है उसे करण कारक कहते हैं. അതായത് എന്തുകൊണ്ടാണോ ഞാനത് ചെയ്തത്, അതായത് ഇവിടെ നമുക്ക് നോക്കാം. അതാണ് ക്രിയയ്ക്ക് സാധൻ കാ ബോധം. അതായത് ഏത് വസ്തു ഉപയോഗിച്ചിട്ട്, ഏത് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആ ആക്ഷൻ ചെയ്തത്, അതാണ് ഇപ്പോൾ ഇവിടുത്തെ കീവേഡ്. അതാണ് ക്രിയാക്ക് സാധൻ കാ ബോധ ഹോത്താ ഹെ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് സംജ്ഞ ആയിക്കോട്ടെ സർവനാമായിക്കോട്ടെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? करण कारक എന്ന് പറയുന്നത്. അപ്പോൾ संज्ञा या सर्वनाम की जिस रूप से क्रिया के साधन का बोध होता है उसे करण कारक कहते हैं. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് ലഡ്ക കലം സേ ലിഖ്താ ഹെ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുത്തെ വിഭക്തി ഏതാണ്? സേ. നിങ്ങൾ ഡെഫിനേഷൻ എഴുതിയിട്ട് ഇങ്ങനെയും കൂടി എഴുതിക്കോ. ഇസ്കാ വിഭക്തി സേ ഹെ, ഇനി ഇസ്കാ വിഭക്തി കേ ഹെ അല്ലെങ്കിൽ കോ ഹെ, നേ ഹെ. അതും കൂടി എഴുതുമ്പോൾ ഒന്ന് നമുക്കറിയാം ഈ കുട്ടിക്ക് വിഭക്തി അറിയാമെന്ന് നമ്മൾ എഴുതുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ എഴുതണം. അപ്പം ലഡ്ക കലം സേ ലിഖ്താ ഹെ. അപ്പോൾ ഇവിടെ കലം കൊണ്ട്, പേന കൊണ്ട്, ആ ഒരു വസ്തു ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ആക്ഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇതാണ് പറയുന്നത്, ഈ ഒരു ക്രിയ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച സാധനം ഏതാണ്? കലമാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ആക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഒബ്ജക്ട്സ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ യൂസ് ചെയ്യാം. പക്ഷെ അതിൽ വരേണ്ട എന്താ പറയുക, വിഭക്തി ഏതാണ്? സേ ആണ്. ओके, नेक्स्ट എന്ന് പറയുന്നത് संप्रदान कारकाണ്. അപ്പോൾ जिसको कुछ दिए जाए अथवा जिसके लिए कुछ किए जाए उसका बोध कराने वाले कार्य को संप्रदान कारक कहते हैं. ഇവിടുത്തെ इसका विभक्तियाम क्या क्या है? വിഭക്തിയാമാണ്. കാരണം ഇവിടെ ഒന്നിൽ കൂടുതൽ വിഭക്തി ഉണ്ട് അല്ലേ? കോ, കെ ലിയ, കെ വാസ്തേ इसकी विभक्तियाम है. ഓക്കെ, അതായത് ആർക്ക് വേണ്ടിയാണോ നമ്മളത് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. ആർക്ക് വേണ്ടിയാണോ അതാണ് ഇവിടെ, അതാണ് ആർക്ക് വേണ്ടിയാണോ എന്തെങ്കിലും ചെയ്യുന്നത്, ആർക്കാണോ എന്തെങ്കിലും ചെയ്യുന്നത്, അതാണ് ജിസ്കോ കുച്ച് ദിയേ ജായ അഥവാ ജിസ്കെ ലിയെ കുച്ച് കിയേ ജായ ഉസ്കെ ബോധ് കരാനെ വാലെ കാരക് കോ സംപ്രദാൻ കാരക് कहते हैं. അതുകൊണ്ടാണ് ഇവിടെ എക്സാമ്പിൾ വരുന്ന രാമുക്കോ एक रुपया दो. അപ്പോൾ ഇവിടെ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണ വരുന്ന അർത്ഥം പോലെയല്ല. അതായത് നമ്മൾ നേരത്തെ എന്താ പറയുക, കർമ്മക്കാരകിലും ഈ കോ വന്നു. കാരണം ഇവിടെ ഈ പല ഇതുണ്ടെങ്കിലും ഇതിൻ്റെ അർത്ഥം വ്യത്യാസമാണ്. നേരത്തെ പഠിച്ച കോ എന്താണ്? അതായത് ഈ ക്രിയ ചെയ്യുന്നത് കൊണ്ട് ആർക്കാണോ അതിൻ്റെ പരിണതഫലം കിട്ടുന്നത് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കർമ്മകാരക് എന്ന് പറയുന്നത്. പക്ഷേ സമ്പ്രദാനം അങ്ങനെയല്ല. ആർക്ക് വേണ്ടിയാണോ നമ്മളത് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ രാമുവിന് വേണ്ടി നമുക്ക് ചെയ്യാം, പ്രിയയ്ക്ക് വേണ്ടി ചെയ്യാം, അപ്പൊക്കെ നമുക്ക് കോ ഉപയോഗിക്കാം. അതേസമയം നമ്മൾ എവിടെയും കോ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കുട്ടീനെ വിളിക്കുന്നു, ബുലായ അല്ലെങ്കിൽ ലിഖാന. അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ആർക്കാണ് അത് നേരിട്ട് അനുഭവിക്കുന്നത് അതാണ് എന്ത്? കർമ്മകാരൻ. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമാണ്. ലൈക്ക് അപ്പോൾ ഇവിടെ രാമുക്കോ एक रुपया दो, രാമുവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 1 രൂപ എടുത്തു. മാമിനെ ബച്ചക്കോ ഗിലൗന കരയത്, അമ്മ കുട്ടികൾക്ക് ഇത് വാങ്ങിച്ചു അല്ലേ? ബച്ചേ കേലിയെ, കുട്ടികൾക്ക് വേണ്ടി അല്ലേ? അപ്പോൾ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തത് എന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യണം? അർത്ഥം രണ്ടിലും വ്യത്യാസമുണ്ട്.
नेक्स्ट എന്ന് പറയുന്നത് अपादान कारक अपादान എന്ന് വെച്ചാൽ എന്താണ് संज्ञा या सर्वनाम का जिस रूप से पृथक या अलगाव प्रकट हो उसे अपादान कारक कहते हैं इसकी विभक्ति से है कारण कारक की विभक्ति भी से है പക്ഷേ അതിൽ दोनों को कारक को प्रयोग में अर्थ भेद है അതായത് നൗൺ ആയിക്കോട്ടെ പ്രൊനൗൺ ആയിക്കോട്ടെ അതായത് പൃഥ്ഗത് അൽഗാവ് എന്ന് വെച്ചാൽ വേറിട്ട് നിൽക്കുക അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ ഹാത്ത് സെ കിതാബ് ഗിർഗി കയ്യിൽ നിന്നും പുസ്തകം പോയി അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ പോയി എന്താണ് ഇവിടുന്ന് പോയി പിന്നെ ഇവിടുന്ന് വന്നിരുന്നു പിന്നെ പോയി ഇപ്പം എൻ്റെ കയ്യിലില്ല അങ്ങനെയൊക്കെ പറയുന്നതാണ് എന്ത് അപാദം അതായത് ഹാത്ത് സെ കിതാബ് കയറുകെ കയ്യിൽ നിന്ന് പോയി ലड़के സ്കൂൾ സെ ലൗട്ട് രഹേ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ ഇപ്പോൾ അവിടെ എന്തെന്നില്ല സ്കൂളിൽ നിന്നില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ അപ്പോൾ ഇവിടെ അർത്ഥം വ്യത്യാസമുണ്ട് കാരണം നമ്മൾ സേ എവിടെ ഉപയോഗിക്കുന്നുണ്ട് സേ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കറണ്ട് കാരെങ്കിലും നമ്മൾ സേ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ രണ്ടിലും വ്യത്യാസമുണ്ട് മറ്റേ സേ എന്ന് പറയുന്നത് ഏത് വസ്തു ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ആക്ഷൻ ചെയ്തത് ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ല അതാണ് ഹാത്ത് സെ കിതാബ് ഗിർഗെ ലड़के സ്കൂൾ സെ ലൗട്ട് രഹേ അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്താണ് പൃഥ്ഗത് യാ അൽഗാവ് പ്രകട്ട് ഹോ എവിടെയാണോ ഈ അൽഗാവ് പ്രകട്ട് ഹോ ഉസ്കെ അപാദൻ കാരക് कहते हैं പക്ഷേ ഈ അപാദൻ കാരക് ഈ അൽഗാവിന് മാത്രമല്ല കുछ अन्य अर्थों भी होते हैं ഈ അപാദൻ കാരകിന് അതാണ് രണ്ട് എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് കിസി ക്രിയയ്ക്ക് പ്രാരംഭ होने की सूचना है അതായത് ഏതെങ്കിലും ക്രിയയുടെ തുടക്കം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂചനയാണ് അതാണ് കിസി ക്രിയയ്ക്ക് പ്രാരംഭ होने की सूचना में जैसे आज में मेला शुरू है आज से ഇന്ന് മേള തുടങ്ങാണ് इस वाक्य में आज से शब्द से मेला के प्रारंभ होने ആ ഒരു തുടക്കം കാണിക്കുന്നതിന് ഉപയോഗിക്കും അതാണ് കിസി ക്രിയയ്ക്ക് പ്രാരംഭ होने की सूचना में നെക്സ്റ്റ് ദോ വസ്തു की तुलना के लिए भी इस कारक का प्रयोग होते हैं അതായത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുലന ജൈസെ രാം ശ്യാം സെ ബഡാ ഹെ എന്താണ് രാം എന്താണ് ശ്യാമിനെ കാട്ടി വലുതാണ് അപ്പോൾ അതിന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ കാരക ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് സംബന്ധ കാരകമാണ് സംബന്ധ കാരക എന്താ നോക്കാം संज्ञा या सर्वनाम के जिस रूप से दूसरी वस्तु के साथ उसका संबंध मालूम होता है उसे संबंध कारक कहते हैं സംജ്ഞ ആവട്ടെ അതുപോലെ തന്നെ സർവനാമാവട്ടെ അതിൻ്റെ ഏത് രൂപത്തിലാണോ മറ്റു വസ്തുവായിട്ടുള്ള അതിൻ്റെ ആ ഒരു എന്താ പറയുക കണക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഇതിപ്പോൾ എൻ്റെ വീടാണ് അപ്പോൾ എനിക്കും ആ ഒരു വസ്തുവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കാരകം ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കാരകിനാണ് നമ്മൾ സംബന്ധ കാരകം എന്ന് പറയുന്നത് അതായത് മറ്റൊരു വസ്തുവായിട്ടുള്ള ബന്ധം കാണിക്കാൻ അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും യഹ് രാം കാ ഗർ ഹെ അപ്പോൾ ഇവിടെ എന്താ പറയുക ഒരു മറ്റൊരു വസ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ഗർ അപ്പോൾ ഇവിടെ ഗറും രാമനും ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് കാരകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരകം എന്ന് പറഞ്ഞൊരു സംബന്ധ കാരകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഇവിടുത്തെ എന്തൊക്കെയാണ് ഇതിൻ്റെ വിഭക്തികൾ കാ കെ കി അപ്പോൾ സംബന്ധ കാരകിൻ്റെ വിഭക്തികൾ ഏതൊക്കെയാണ് കാ കെ കി यह राम का घर है ये राम के बच्चे है എന്നൊക്കെ പറയുന്നത് പിന്നെ യഹ് രാം കി പുസ്തക് ഹെ ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് രണ്ട് വസ്തുവിൻ്റെ ആ ഒരു എന്താ പറയുക റിലേഷൻ കാണിക്കാനാണ് നെക്സ്റ്റ് കാരകം എന്ന് പറയുന്നത് അധികരൺ കാരകമാണ് സംജ്ഞ യാ സർവനാം കി ജിസ് रूप से എല്ലാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന से क्रिया अथवा संज्ञा के आधार का बोध है उसे अधिकरण कारक कहते हैं അതായത് അതെങ്ങനെയാണ് ഇരിക്കുന്നത് ആരാണ് ഇരിക്കുന്നത് എന്താണ് ഇരിക്കുന്നത് അത് നോക്കാം സംജ്ഞ ആവട്ടെ സർവനാമാവട്ടെ അതിൻ്റെ ഏത് രൂപത്തിലാണോ സംജ്ഞ യ സർവനാമക്ക് ജിസ് രൂപ സെ ക്രിയ വേർബ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നൗൺ ആയിക്കോട്ടെ ക്രിയ അഥവാ സംജ്ഞയ്ക്ക് ആധാർ കാ ബോധ ഹോता है അത് എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഉസെ അധികരൺ കാരക് कहते हैं ഇതിൻ്റെ വിഭക്തികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മേം പർ അല്ലേ അതായത് യിസ് ഗർ മേം കോൻ രഹത്ത ഇതിൻ്റെ ഈ വീട്ടിൽ ആരാ താമസിക്കുന്നത് മേസ് പർ കിതാബ് രഹത്തെ അതായത് എങ്ങനെ ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നു അതാണ് അതിൻ്റെ ആധാരമാണ് ചോദിക്കുന്നത് അതിനാണ് അധികരൺ കാരക് എന്ന് പറയുന്നത് ഇനി അടുത്ത സംബോധൻ കാരക് സംജ്ഞ की जिस रूप से किसी के पुकारने अथवा चेताने के बोध होता है उसे संबोधन कारक कहते हैं അപ്പോൾ അവിടുത്തെ കീവേഡ് എന്ന് പറഞ്ഞാൽ സംജ്ഞയുടെ ഏത് രൂപത്തിലാണ് അവിടെ സർവനാമില്ല അതായത് ഒരാളെ സംബോധനം ചെയ്യാൻ നമ്മൾ സർവനാമം വെച്ചിട്ട് സംബോധനം ചെയ്യത്തില്ല അപ്പോൾ അതാണ് സംജ്ഞ के जिस रूप से किसी के पुकारने ആരെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കാനോ പുകാർനെ മീൻസ് വിളിക്കുക ചേത്താനെ മീൻസ് വാർണിംഗ് കൊടുക്കുക സോ പുകാർനെ അഥവാ ചേത്താനെ സോ അതാണ് ഇവിടുത്തെ കീവേഡ് സംജ്ഞ के जिस रूप में किसी को पुकारने अथवा चेताने को बोध होता है उसे संबोधन कारक कहते हैं इसके चिन्ह है अरे हो आदि है जो संज्ञा के आदि में लगते हैं जैसे हे राम अरे दुष्ट എന്നൊക്കെ നമ്മൾ പറയും इनी എന്ന് പറയുന്നത് കുറച്ച് संज्ञाओं को कारक का रचना संज्ञाओं में विभक्ति में लगने उनके मूल रूप अविभक्ति कर रहते हैं उसे വികൃത് ഹോ ജാത്തെ ഹെ ജൈസെ റോട്ടി അവർ കപ്പടെ മൂൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇനി കാരകിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇത് വായിക്കും ഇപ്പോൾ കർത്ത ഗോഡ എന്ന് പറഞ്ഞൊരു ശബ്ദമുണ്ട് ഈ ഗോഡയിലെന്ന് വെച്ചാൽ ഗോഡ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരകിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഏകവചനം ബഹുവചനം വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇപ്പോൾ കർത്താകാരക് വരുമ്പോൾ എന്ത് വരും ഗോഡേനെ വരും
അപ്പോൾ ബഹുവചനിൽ ഗോഡെ ഗോഡയും ഗോഡോംനെ വരും. കർമ്മകാരകിൽ ഗോഡ ഗോഡേക്കോ വരും. അപ്പോൾ ഇവിടെ ബഹുവചനിൽ ഗോഡെ ഗോഡേംകോ വരും. അതായത് ഇപ്പോൾ ഓരോ കാരകവും പിന്നെ അത് ഏകവചനം ബഹുവചനിൽ വരുമ്പോൾ മാറ്റങ്ങൾ, അതായത് ആ എന്താ പറയുക വേർഡിൻ്റെ കൂടെ ഏകവചനം എന്താ പറയുക ആ വേർഡിൻ്റെ കൂടെ നിങ്ങൾ കാരക ചേർത്ത് ഏകവചനം ബഹുവചനം അനുസരിച്ച് മാറ്റിയാൽ മതി. അത്രയേ ഉള്ളൂ. ഓക്കെ.